ഹലോ മക്കളെ, മൊത്തത്തിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പ്ലാന്റ് ഹോർമോൺസ് അതിന്റെ ഫംഗ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ നോക്കാം നമുക്ക് എത്രത്തോളം പ്ലാന്റ് ഹോർമോൺസ് പഠിക്കാനുണ്ട്. 5 പ്ലാന്റ് ഹോർമോൺസ് ഉണ്ട്. അതിൽ ഓക്സിന്റെ ഫംഗ്ഷൻ നോക്കാം, സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ, പ്രൊമോട്ടിംഗ് ദ ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ് അല്ലെ, അതായത് കോശത്തിന്റെ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം. ഇതാണ് ഓക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഗ്രോത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോർമോൺ അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എന്ത് ഓക്സിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് നമ്മുടെ സൈറ്റോകൈനിൻ എന്ന് പറയുന്നത്. സെൽ ഗ്രോത്ത്, സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻഷിയേഷൻ, അതായത് കോശത്തിന്റെ വളർച്ചയും ഇവിടെ വരുന്നുണ്ട്. മാത്രമല്ല കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം, സെല്ലിന്റെ ഡിവിഷനും ഡിഫറൻഷിയേഷനും ആരാണ്? സൈറ്റോകൈനിൻ, CC എന്ന് ഓർത്താൽ മതി. ഇനി ജിബറലിന്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റിമുലേറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ ഓഫ് സ്പ്രൗട്ടിംഗ്. അപ്പൊ എല്ലാം മുകളം ഉണ്ടാവുന്ന അല്ലെങ്കിൽ വളരുന്നതിന് മുട്ടയിടുന്നത് അതിനൊക്കെ സഹായിക്കുന്ന ആരാണ്? ജിബറലിനാണ് ഓർത്ത് വെക്കുക. അപ്പൊ സമൃദ്ധാകാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നു, അതുപോലെ ഇല വിരിയാൻ സഹായിക്കുന്നു. ഇതൊക്കെ ആരാണ്? ജിബറലാണ് കേട്ടോ. ഓക്കെ, കിട്ടി. ഇനി നമുക്കുള്ളത് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് അല്ല, അതിന്റെ ഇൻഹിബിറ്റിംഗ് ആയിട്ടുള്ള ഹോർമോൺ. കാരണം എന്താണ്? അവരെ പഴുക്കുന്നത്, ഇല കൊഴിയുന്നത്, ഇല മഞ്ഞാവുന്നത്, ഇതിലൊക്കെ സഹായിക്കുന്ന ഹോർമോണാണ്. അതിൽ അബ്സിസിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ഡോർമൻസി ഓഫ് എംബ്രിയ, ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൺ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്, പഴം പഴുത്തതിന് ശേഷം അത് കൊഴിയാനൊക്കെ സഹായിക്കുന്നതാണ് എന്ത്? നമ്മുടെ അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് എത്തലീൻ ആണ്. എത്തലീൻ എന്താ ചെയ്യുന്നത്? റൈപ്പനിങ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്, പഴങ്ങളും ഇലകളൊക്കെ പഴുക്കാൻ സഹായിക്കുന്ന എത്തലീൻ ആണ്. മാത്രമല്ല എത്തലീൻ കോസ് ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ്, അതും എന്ത് ചെയ്യുന്നു? ഇല കൊഴിയാൻ സഹായിക്കുന്നു, പഴങ്ങൾ കൊയ്യാൻ സഹായിക്കുന്നു. അപ്പൊ ഇലകളും ഫലങ്ങളും പാകമാകാനും കൂടിയ അളവിലായാലും ഇലകളും പഴങ്ങളും പൊഴിയാനും സഹായിക്കുന്നതാണ് നമ്മുടെ എത്തലീൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശമായിട്ട് കിട്ടില്ല. അപ്പൊ ഈ 5 ഹോർമോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ടേംസ് എഴുതാൻ ചോദിക്കും. അപ്പൊ നല്ല രീതിയിൽ ഇതിന്റെ ഫംഗ്ഷൻ ഓർത്തു വെക്കുക. അപ്പൊ പ്ലാന്റ് ഹോർമോൺസ് മിസ് ആക്കരുത്.